ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കുമ്പളങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ചിക്കൻ കറിയുടെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിനോ ചപ്പാത്തിയോ പൊറോട്ടോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് പറ്റൂ കേട്ടോ, കൂട്ടാൻ പറ്റും. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ആദ്യം കുമ്പളങ്ങ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട, അതുപോലെ ഒത്തിരി വലുതും വേണ്ട, ഈ ഒരു പാകത്തിന് മതി നമുക്ക് ഈ ഒരു കുമ്പളങ്ങന്റെ കഷ്ണങ്ങൾ കേട്ടോ. അപ്പൊ അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ രണ്ട് തക്കാളിയും അതുപോലെ 4 പച്ചമുളകിനെ രണ്ടാക്കിയിട്ട് കീറിയതാണ് കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി നമുക്ക് ഈ ഒരു കറിക്ക് ചെറിയൊരു പുളി വേണം. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ 2 തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വാളൻപുളി ചേർക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാട്ടോ. പിന്നെ ഒരു 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അരക്കപ്പ്, ഒരു 3/4 കപ്പ് തേങ്ങ ഉണ്ട്. പിന്നെ അതിൽ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ തേങ്ങേൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ നടുകിൽ പൊളിച്ചിട്ടുള്ള വെളുത്തുള്ളി ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് കട്ട് ചെയ്യണില്ല. ചുമന്നുള്ളി ഒന്ന് 2-3 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് മല്ലിയാണ്, പച്ചമല്ലി മുഴുവനായിട്ടുള്ള മല്ലിയാണ്, പൊടിച്ചതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ണം ഉണ്ടല്ലോ കുമ്പളങ്ങേൻ്റെ, അപ്പോൾ ആ ഒരു അളവിലേക്കാണ് ഇപ്പം ഞാൻ മല്ലി എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10-12 എണ്ണം ഉണ്ട് വറ്റൽമുളക് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു കുമ്പളങ്ങ ഉണ്ടല്ലോ, ഇതിലൊന്നൊരു മസാല പുരട്ടി വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലേശം ഉപ്പ്, നമുക്ക് ഈ ഒരു കുമ്പളങ്ങയ്ക്ക് പിടിക്കാനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് പുരട്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പം ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം അത് മസാല പുരട്ടി അവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി നമുക്ക് തേങ്ങ ഒക്കെ വറക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടി ഞാനിതൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ നല്ലോണം മൊരിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതാ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് വെച്ചെങ്കിൽ അത് ലാസ്റ്റ് നമ്മൾ വറുത്ത് വരുമ്പോൾ ഇട്ടാൽ മതി. പക്ഷെ മല്ലി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. കാരണം ഈ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും രുചിയാണ് ഈ ഒരു കറിക്ക് കേട്ടോ. നല്ലൊരു ഫ്ലേവർ, നമ്മൾ ചിക്കൻ കറിയൊക്കെ പോലെ തന്നെയാണ്. അപ്പം അതിന് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മല്ലി വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് നമ്മുടെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകായിട്ട് എടുക്കുക നമ്മൾ. പിന്നെ ഒരു മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് വറ്റൽമുളക് അതിനാവശ്യത്തിനായിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ കൂടി തേങ്ങയും കൂടിയുള്ള ആ ഒരു മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് മതി ഇത് വറുത്തെടുക്കൽ കേട്ടോ. ഫസ്റ്റ് നമ്മൾ തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സാവധാനം ഈ തേങ്ങ വറുത്തെടുക്കാവുള്ളൂ കേട്ടോ. ഒറ്റയടിക്ക് തേങ്ങ വറുത്തെടുക്കരുത്, അപ്പോൾ നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും കൂടെ ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ആദ്യം. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് ആദ്യം നമുക്കത് നല്ലോണം പൊടിച്ച് കിട്ടണം കേട്ടോ. നല്ലോണം പൊടിച്ചെടുക്കുക. നമ്മൾ മല്ലിയൊക്കെ ഉള്ളതല്ലേ അതിൽ. അപ്പോൾ നല്ലോണം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മല്ലി ഇതൊന്നും നമുക്ക് നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടൂല. അപ്പോൾ കണ്ടോ, അതുപോലെ തന്നെ നല്ലോണം പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആ തേങ്ങയും മല്ലിയൊക്കെ നല്ല മുരുമുരാന്നിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് പൊടിച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ അതിന് ഞാൻ ആ തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങ നല്ലോണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ആ മല്ലിയൊന്നും പൊടിയാണ്ടി അരയാതെയും കിടക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരച്ചതും മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഏത് ചട്ടിയിലാണോ കറി വെക്കണത് ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ഇത് ചൂടായി വന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ പാത്രത്തോടെ ഇട്ട് കൊടുക്കരുത് കേട്ടോ, കൈ കൊണ്ട് പെറുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ അടിയിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചതല്ലേ, അപ്പോൾ ഒരു ലേശം വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇത് കളയണ്ട കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഈ ഒരു കുമ്പളങ്ങേനെ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ആയിട്ട് വേണം വഴറ്റിയെടുക്കാൻ. നമുക്ക് ചട്ടിക്ക് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. കണ്ടോ, അപ്പോൾ ഇതാ ഇത്രയും ആയിട്ടുണ്ട്. നമ്മുടെ ഈ കുമ്പളങ്ങ നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ വഴറ്റി വെച്ചിട്ടുള്ള കുമ്പളങ്ങയിലേക്ക് നമ്മുടെ ഈ ഒരു അരപ്പുണ്ടല്ലോ, തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് നല്ല ചൂടിലിരിക്കണതല്ലേ, അപ്പോൾ അടിയിൽ പിടിക്കണ്ട കേട്ടോ. അപ്പോൾ അത് അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വേണം. അപ്പോൾ ആദ്യം ഞാൻ ആ മിക്സിയുടെ ജാറിൽ 2 തവണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലത്തെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഈ കുമ്പളങ്ങ വെന്ത് കിട്ടണം. വെന്ത് കലങ്ങി പോവരുത്, നമുക്ക് കഷ്ണങ്ങളായിട്ട് തന്നെ കറിയിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ആ രീതിക്കാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങ വേവാനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ മഞ്ഞൾപ്പൊടിയും വേറെ ചേർക്കുന്നില്ല. നമുക്ക് ആ ഒരു കുമ്പളങ്ങയിൽ ചേർത്തല്ലോ, ആ ഒരു മഞ്ഞൾ തന്നെ മതി നമുക്കിതിൽ കേട്ടോ. പിന്നെ നമ്മളിതാ നേരത്തെ മസാലാക്കി വെച്ചതിൻ്റെ അതിലുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര വെള്ളമാണെങ്കിലും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, കളയരുത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തക്കാളി നമുക്ക് ഈ കറിയുടെ ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളി ചേർത്ത്. അതുകൊണ്ട് 2 തക്കാളി ചേർത്തത്, കുറച്ചധികം കറി ഉണ്ടല്ലോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വറുത്ത് അരക്കണേലല്ലേ കറിവേപ്പില ഇട്ടത്. അപ്പോൾ ഇതിൽ ഒരു ലേശം കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുമ്പളങ്ങ വാട്ടിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മൂടിയിട്ട്. അപ്പോൾ തിളച്ച് പോവരുത് കേട്ടോ, നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ തേങ്ങ അരപ്പൊഴിച്ചതൊക്കെ ഒന്ന് കുറച്ച് കട്ടിയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അടിക്ക് പിടിക്കരുത്. അപ്പം ഞാൻ 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു കുമ്പളങ്ങയുടെ വേവിനനുസരിച്ചിട്ടാണ് നമുക്ക് എത്ര സമയം വെക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി നല്ല കുറുകി കണ്ട നല്ല കട്ടിയുള്ള ഒരു കറിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതേമാതിരത്തെ ഒരു മണമാണ് നമുക്ക് ഈ ഒരു വീട് മൊത്തം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റുമാണ്. മണം മാത്രമല്ല, ഈ ഒരു കറി അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് വറവിടേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ കളർ നല്ല ഒരു ബ്രൗൺ കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനലിലുള്ള എല്ലാ റെസിപ്പികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ. അപ്പോൾ ഇന്നത്തെ കുമ്പളങ്ങ വറുത്തരച്ച കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.